അണി വിദേശത്തൊക്കെ പോകുമ്പോഴെല്ലാം വാർത്തയാ. ഇസ്താംബുളിൽ പോയിട്ട് വഴിയറിയാതെ ഒരു കാർ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോയില്ലേ? ഏറെക്കുറെ അത് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുള്ള പരിപാടി അല്ലായിരുന്നു അല്ലേ? ഇസ്താംബുളില് അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലാംഗ്വേജ് ഭയങ്കര, നമുക്ക് നമ്മൾ ഈ മൂവിയുടെ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒരു ഗൈഡോ അങ്ങനെയൊന്നും ഷൂട്ടിന് പോയതാണ് 30 days. അപ്പൊ ഒരു 15 days എനിക്ക് ഷൂട്ടുള്ളൂ. അപ്പൊ ബാക്കി സമയത്തൊക്കെ ഞാനും അച്ഛനും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മള് ബാക്കി സമയം എല്ലാം റൂമിൽ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് കറങ്ങി നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി. അപ്പൊ നമുക്കൊരു വണ്ടി ഒന്ന് വിളിക്കാൻ പോലും, നമ്മളെ മോളുകളും അവിടെയൊക്കെ പോയിട്ട് അവരോട് വരാൻ പറയാൻ പോലും ഭയങ്കര പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഞങ്ങൾ എവിടെയോ അവിടെ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്നൊരു ടാക്സി എടുത്തു, ലൊക്കേഷൻ ഫോണിൽ കാണിച്ചു കൊടുത്തു, ഇന്ന സ്ഥലത്താണ് ഹോട്ടൽ, ഇവിടെ പോകണമെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഈ പേരിൽ കുറേ ഹോട്ടൽസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ മനുഷ്യൻ കൊണ്ടുപോയത് വേറെ എവിടെയോ ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ അത്യാവശ്യം പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നല്ല ബാർഗെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഹ്യൂജ് എമൗണ്ട് അവർ പറയുന്നതും നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിടാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോണം, ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം. നമുക്കൊരു പിടിയില്ല ഇതെവിടെയാണ് എന്താണോ. നമ്മൾ ഭയങ്കര ഷോക്ക്ഡായി പോയി. ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇതല്ല, ഈ ലൊക്കേഷൻ അല്ല, അവിടെ കൊണ്ടുപോയി വിടണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നതിന്റെ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വണ്ടി എടുത്തിട്ട് വേറെ ഏതോ ഒരു ആളും പ്രദേശം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടു. നമ്മള് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇവൻ പറഞ്ഞാലൊട്ട് മനസ്സിലാവുന്നില്ല പുള്ളിക്ക്, ഇതെന്താ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആവുന്നില്ല. അവസാനം പേടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിനെ വിളിക്കും, നിങ്ങൾ എന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്താണ്, ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയാം. കിഡ്നാപ്പ് എന്നുള്ള വേടങ്ങാണ്ട് പുള്ളിക്ക് മനസ്സിലായി. ആകെ അത് മാത്രം മനസ്സിലായി. പറ്റിച്ചതാവാനും ചാൻസ് ഉണ്ട്. ഇനി മേ ബി ലൊക്കേഷൻ മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവിടെയുള്ള നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട്. അവിടെ കുറച്ച് സൂക്ഷിക്കണം, നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അല്ല, ഇതിനെടുക്കുന്ന പ്രിക്കോഷൻ എന്താ? കാര്യം വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭാഷ അറിയില്ല, നമുക്ക് ആളുകളെ അറിയില്ല, നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തും സംഭവിക്കാം. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് പഠിച്ചു. പിന്നെ ആ പരിപാടി നിർത്തി. ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും നമുക്ക് അറിയില്ലാത്ത വണ്ടികൾ പോയി വിളിക്കുന്നതും ഒക്കെ ഉള്ള നിർത്തി. അണി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മറ്റേ കാര്യം ഓർത്തു വെച്ചു. ഏതാണെന്നറിയോ? അന്നൊരു അമ്പലം ഉണ്ടാക്കിയല്ലോ ഒരു ആരാധകൻ. അതിപ്പോഴും ഉണ്ടോ അമ്പലം? ഉണ്ടായിരിക്കും, അറിയില്ല. അതിന് ഭയങ്കര തമിഴ്നാട്. അല്ല, അത് ഈയിടെയാണ് അന്വേഷിച്ചു അതിനെ കുറിച്ച്. കാര്യം നമ്മുടെ പേരിൽ ഒരു അമ്പലം ഉണ്ടാകുമ്പോഴേ അവിടെ ഭക്തന്മാരുണ്ടോ, അവിടെ പൂജ നടക്കുന്നുണ്ടോ, അവിടെ പോയിരിക്കാം എന്നുള്ളൊരു പ്ലാൻ. അത് നല്ല ഒരു ഐഡിയ ആയിരുന്നു. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലേ ഒരു നാട്ടുകാരെങ്കിലും രക്ഷപ്പെടും. നമ്മളൊക്കെ ഇത്രയും കാലം നടന്നിട്ട് നമുക്ക് അമ്പലം പോയിട്ട് ഒരു ചെറിയ കുച്ചിരി പോലും ആരും ഉണ്ടാക്കിയിട്ടില്ല. അമ്പലമൊക്കെ ആയിരിക്കും ലക്ഷണം കണ്ടിട്ട്, ഒരു കുഞ്ഞൊരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട്. തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു അത്? പുള്ളിക്കാരന്റെ നാട്ടിലെവിടെയാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ അവരുടെ അമ്പലത്തിലെ ദേവി വന്നു എന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തിയാലോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഡീറ്റെയിൽസ് ഇട്ട് സാറിന് ഈ അമ്പലത്തിന്റെ ഒക്കെ ഫ്രണ്ടിലെ ഈ വഴിപാടുകൾ ഏതൊക്കെയാന്ന് എഴുതി വെച്ചേക്കും. അണി റോസിന്റെ അമ്പലത്തിൽ ഏതൊക്കെയാ വഴിപാട്, അങ്ങനെ വല്ല അതൊന്നും ഡീറ്റെയിൽസ് അറിയില്ലല്ലോ. ഈ ആരാധകനെ കുറിച്ച് പിന്നെ വിവരമില്ല. വല്ലപ്പോഴും ജീവനോട് ഉണ്ടാവും ഉണ്ടല്ലേ? അത് പ്രശ്നമില്ല. എന്തായാലും പക്ഷേ ആ ക്ഷേത്രം ഒന്ന് അന്വേഷിക്കണം. നമ്മള് കാര്യം ഇത്രയും നമ്മൾ കണ്ടിപ്പോ വേണ്ട 1 വർഷത്തോളമായി അല്ലേ? 1 കൊല്ലത്തോളായെങ്കിലും ഞാൻ ബാക്കി പല കാര്യങ്ങളെയും മറന്നു ആണ് ഈ പറഞ്ഞത്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ കാര്യം ഞാൻ ഇങ്ങനെ കിടക്കരുത്. കാരണം ആ അമ്പലം, അവിടെ ഒരു പൂജ, അണി റോസിന്റെ വിഗ്രഹം, ഇങ്ങനെ ഇതൊക്കെ ഞാനിങ്ങനെ പാൽപ്പായസം, എനിക്ക് തോന്നുന്നു എന്റെ ബർത്ത്ഡേയുടെ ടൈമിൽ പാൽപ്പായസം എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പായസമാണോ ഇഷ്ടം പരിപാടി? അങ്ങനെയൊന്നുമില്ല. ഹൈദരാബാദിൽ മോളില് പോയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. ഹൈദരാബാദില് കുറെ ഇനോഗ്രൽ ഫംഗ്ഷന് പോയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മുടെ അടുത്ത്. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ അല്ല സിനിമയും സിനിമ ആളുകളുമായിട്ടൊക്കെ അവർക്ക് കുറച്ചും കൂടി ഭയങ്കര ഒരു ആത്മബന്ധമാണ്. അപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്താലും അല്ലെ സിനിമയിൽ ഈവൻ നമ്മൾ അഭിനയിക്കുന്നു എന്നുള്ളൊരു പേര് വന്നാൽ പോലും എനിക്ക് തോന്നുന്നു അവർക്കങ്ങ് ഭയങ്കര സ്നേഹമാണ്. നമ്മളിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് കൊല്ലും, അത്രയും സ്നേഹമാണ്. അവിടെ എപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷന് പോയാലും എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ഇവിടെ ബൗൺസേഴ്സ് ആണെങ്കിൽ അവിടെ അവര് പോലീസാണ് നിക്കുക. അതുകൊണ്ട് ചിലപ്പോ ഇവര് ഈ ലാത്തിയും കൊണ്ട് ഇവർ അടിയൊക്കെ കൊടുത്താൽ പോലും ആ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരാള് പോലും മാറില്ല. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ പോയിട്ട് അഭിനയിക്കണം ആൾക്കാർ, നല്ല കാര്യം അറിയാൻ പറ്റുമല്ലേ? അപ്പൊ ഈ അവിടെ ഹൈദരാബാദിലെ ഒരു മാളിൽ പോയിട്ട് എന്തോ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് വീട്ടിലായി പോയി. അത് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ടൈമില് പോയതാണ്. അപ്പം നമ്മള് സോങ് ഷൂട്ടായിരുന്നു. അതൊരു 2-3 days മുമ്പ് അവിടെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ, ഒരു 2 ദിവസമൊക്കെ അവര് യൂഷ്വലി അങ്ങനെയാണ്. സോങ് എടുക്കുന്നതിന് മുമ്പ് റിഹേഴ്സൽ ഉണ്ടാവും, നമുക്ക് പ്രാക്ടീസ് തരും.
അവിടെ ചെന്നു. അപ്പൊ അവരിങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഡ്രിങ്ക്, എന്തോ ഒരു റോസ് മിൽക്കോ അങ്ങനെ എന്തോ ആണ്, അതിനെ പറ്റി ഇങ്ങനെ കേട്ട് ഇങ്ങനെ വന്ന സമയം തൊട്ട് കേട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതെ, എന്താണെന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അവസാനം ഷൂട്ട് തുടങ്ങുന്നതിന് തലേദിവസം റിഹേഴ്സൽസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് ടൈം കിട്ടി. എന്നാ പിന്നെ ഇതെന്താന്ന് അറിയാന്നും കരുതി പോയി കുടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൂക്കുറ്റിയായോ? പിറ്റേ ദിവസം തൊട്ടിട്ട് പടി മൊത്തം പ്രശ്നമായി. ഷൂട്ട് മുടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഓപ്ഷൻ ഇല്ല. നമുക്കിപ്പോ തളർന്ന് വീണ് കിടക്കുന്നു, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവര് നമ്മളെ എടുത്ത് നേരെ നിർത്തി ഷൂട്ട് ചെയ്യും. അതെ, പക്ഷെ നമ്മുടെ എനർജി ഒക്കെ ഭയങ്കര ലോ ആയി പോയി. പിന്നെ നമ്മള് ഗ്ലൂക്കോസും അതും ഇതും ഒക്കെ കുടിച്ച് അങ്ങനെയായിരുന്നു, ഭയങ്കര കഷ്ടപ്പെട്ട ചെയ്തു. തെലുങ്കിലൊക്കെ അണിറോസിന് കിട്ടുന്ന റോളുകളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? തെലുങ്കില് ഞാൻ ബാലകൃഷ്ണ സാറിന്റെ കാമുകിയായിട്ടും അമ്മയായിട്ടും ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ടും അഭിനയിച്ചു. അതെ, അത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള. 65 വയസ്സ്. അവിടെ ഫുൾ വര, ഇങ്ങനെ വരകളൊക്കെ കൊടുത്ത് റിങ്കിൾസ് ഒക്കെ ഇട്ട് രസമായിരുന്നു. അല്ല, നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരു ഭയങ്കര അമ്മൂമ്മയായിട്ടൊന്നും തോന്നില്ലെങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അമ്മൂമ്മയായിട്ട് പ്രചരിപ്പിക്കണമായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ ട്രോൾ ആയിട്ടുണ്ട്. പടം നന്നായിട്ട് ഓടിയോ? നന്നായിട്ട് ഓടി. ഹിറ്റായിരുന്നു. വലിയ വിജയമായിരുന്നു. വലിയ വിജയമായിരുന്നു. അതെ.